നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പോളിംഗ് രാവിലെ 7-ന് ആരംഭിക്കും. വോട്ടുറപ്പിക്കാൻ അവസാനഘട്ട പ്രചരണവുമായി സ്ഥാനാർത്ഥികൾ. പാലക്കാട് ജില്ലയിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലായി 6724 സ്ഥാനാർത്ഥികൾ, 3054 പോളിംഗ് സ്റ്റേഷനുകൾ. ക്രമസമാധാനത്തിനും സുരക്ഷയ്ക്കുമായി 4500 പോലീസ് ഉദ്യോഗസ്ഥർ. ജില്ലയിൽ 284 പ്രശ്നബാധിത ബൂത്തുകൾ. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ 38,439 വോട്ടർമാർ ബൂത്തിലേക്ക്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട്ടെത്തുമെന്ന് സൂചന. രാഹുൽ ഒളിവിലായിട്ട് 14 ദിവസം പിന്നിടുന്നു. രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തീരുമാനം. ഓൺലൈൻ പെൺവാണിഭ സംഘം ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കേരളത്തിലുടനീളം ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന സംഘത്തിലെ 3 പേർ. പിടിയിലായവരിൽ പട്ടാമ്പി പെരിങ്ങോട് സ്വദേശി. സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാർ. വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിനെതിരെ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് VS സുനിൽകുമാർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങളെ ചതിക്കുകയാണെന്നും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. തൃശൂരിന്റെ പാർലമെന്റ് അംഗമായി തുടരാനുള്ള അവകാശം സുരേഷ് ഗോപിക്ക് നഷ്ടമായെന്നും ജോസഫ് ടാജൻ. മരവൂരിൽ വോട്ടഭ്യർത്ഥന നടത്തിയ AC മൊയ്തീൻ MLA-ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി UDF. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥിനിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചെറുതുരുത്തി പന്നിയടി പൊട്ടിക്കുണ്ടി വീട്ടിൽ പരേതനായ മുഹമ്മദ് ആഗ്മാന്റെ മകൾ 21 വയസ്സുള്ള റുഫൈദ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാഴാഴ്ച വിധിയെഴുതും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാന പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ശബ്ദപ്രചരണത്തിന് കൊട്ടിക്കലാശമായെങ്കിലും വോട്ടെടുപ്പ് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സാധ്യമായ എല്ലാ രീതികളിലും മുന്നണികൾ പയറ്റുന്നുണ്ട്. രാവിലെ നാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ 11 രാവിലെ 7-ന് ആരംഭിച്ച് വൈകിട്ട് 6-ന് അവസാനിക്കും. പാലക്കാട് ജില്ലയിൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമായി 6724 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 3054 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി 4500 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു കഴിഞ്ഞു. ജില്ലയിലെ 3054 ബൂത്തുകളിൽ 284 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. അന്ധതയോ മറ്റ് ശാരീരിക അവസ്ഥയോ ഉള്ളവർക്ക് സഹായിയുടെ സഹായം തേടാവുന്നതാണ്. ഒരു ബാലറ്റിൽ 15 സ്ഥാനാർത്ഥികളുടെ പേരുകളും ചിഹ്നങ്ങളുമായിരിക്കും ക്രമീകരിച്ചിരിക്കുക. ഒരു പോളിംഗ് ബൂത്തിന് കുറഞ്ഞത് 20 ചതുരശ്രടി മീറ്റർ വിസ്തീർണമുണ്ട്. കൂടാതെ ഓരോ വാർഡിൻ്റെയും പരിധിക്കുള്ളിൽ തന്നെ അതിൻ്റെ പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യും. പഞ്ചായത്തുകളിലാകെ 2749 പോളിംഗ് ബൂത്തുകളും നഗരസഭകളിൽ 305 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും പങ്കാളിയാവാൻ കഴിയുന്ന വിധത്തിൽ ഭിന്നശേഷി സൗഹൃദമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഉറപ്പാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും എത്താൻ സൗകര്യപ്രദമായ റാമ്പ് നിലവിലുണ്ടാകും. ശുചിമുറി, കുടിവെള്ളം, തടസ്സമില്ലാത്ത വൈദ്യുതി എന്നിവ പോളിംഗ് സ്റ്റേഷനുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് എത്തുന്നതിന് ആവശ്യമായ യാത്രാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 13 രാവിലെ 8 മുതൽ 20 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ നടക്കും. ഡിസംബർ 9 വൈകിട്ട് 6 മുതൽ വോട്ടെടുപ്പ് ദിനമായ 11 പോളിംഗ് അവസാനിക്കുന്നവരെയുള്ള 48 മണിക്കൂർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നീട് വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 13-നും ഡ്രൈ ഡേ ആയിരിക്കും. 140 പേർ അടങ്ങുന്ന ഒരു കമ്പനി കേന്ദ്രസേനയെ ജില്ലയിൽ വിന്യസിക്കും. പ്രശ്നബാധിതമെന്ന് കണ്ടെത്തി വെബ് കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുന്ന ജില്ലയിൽ 180ഓളം പോളിംഗ് ബൂത്തുകളിലും ഒരു അധിക പോലീസ് ഉദ്യോഗസ്ഥനെ വീതം വിന്യസിക്കും. പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള മേഖലകളിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഓരോ സംഘത്തെ അധികമായി വിന്യസിക്കും. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന അഗളി, അട്ടപ്പാടി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും അധികമായി നിയോഗിക്കും. രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, സാമുദായിക സംഘർഷങ്ങൾ, അനധികൃത പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യം, ഒരു പോളിംഗ് ബൂത്തിൽ അമിതമായി വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയ കാരണങ്ങളാണ് ഇത്തരം ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻകാല വോട്ടിംഗ് പെരുമാറ്റ രീതിയിൽ ഉയർന്ന ക്രമക്കേടുകളോ ഗുരുതരമായ ലംഘനങ്ങളോ ആരോപിച്ച് റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ട ബൂത്തുകൾ, അക്രമം, ക്രമസമാധാന സംഭവങ്ങൾ, ദുർബല ജനസംഖ്യാ വിഭാഗങ്ങൾ കൂടുതലായുള്ള പ്രദേശങ്ങൾ, ക്രിമിനൽ ഘടകങ്ങളുടെ സ്വാധീനമുള്ള മേഖലകൾ, ഭൂമിശാസ്ത്രപരമായ വിദൂര ഘടകങ്ങൾ, പ്രചാരണ ലംഘനങ്ങൾ, മാതൃകാ കോഡ് ലംഘനങ്ങൾ, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ഭീഷണികൾ തുടങ്ങിയവയാണ് പ്രശ്നബാധിത ബൂത്തുകൾ തിരിച്ചറിയാൻ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ. ഇത്തരം പ്രശ്നബാധിതമായ 150 ബൂത്തുകളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം
വെബ് കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സമ്മതിദായകന് ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നം തിരിച്ചറിയാനും ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാനും സാധിക്കില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഹായിയെ അനുവദിക്കുകയുള്ളൂ. വോട്ട് ചെയ്യുമ്പോൾ വോട്ടറുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിലും സഹായിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിലും മായാത്ത മഷി പുരട്ടും. സ്ഥാനാർത്ഥികളെയും പോളിംഗ് ഏജന്റുമാരെയും സഹായിക്കാൻ അനുവദിക്കില്ല. ഒരാളെ ഒന്നിലധികം സംവിധായകരുടെ സഹായിക്കാനും അനുവദിക്കില്ല. ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുന്ന 15 സ്ഥാനാർത്ഥികളുടെ എണ്ണം 15-ൽ കൂടുതലാണെങ്കിൽ രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും. 16 മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ 38,439 വോട്ടർമാർ വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. 35 വാർഡുകളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാന വട്ട വോട്ടുകൾ ഉറപ്പിക്കാനായി നിശബ്ദ പ്രചരണത്തിലായിരുന്നു ബുധനാഴ്ച സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു പിന്നാലെ 35 വാർഡുകളിലെയും ബൂത്തുകൾ പോളിംഗിനായി സജ്ജം. ഇനി വ്യാഴാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ ആകെ വോട്ടർമാർ 38,439 പേരാണ്. ഇതിൽ 17,803 പുരുഷ വോട്ടർമാരും 20,636 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. ട്രാൻസ്ജെൻഡർ വോട്ടർമാരില്ല. കണയം വെസ്റ്റ് 1-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഇവിടെ 1,457 പേർ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പരുത്തിപ്പുറ ഈസ്റ്റ് 30-ാം വാർഡിലാണ്. ഇവിടെ 872 വോട്ടർമാർ മാത്രം. ഇത്തവണ പ്രശ്നബാധിത ബൂത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാനായി ബുധനാഴ്ച സ്ഥാനാർത്ഥികളും അണികളും നിശബ്ദ പ്രചരണത്തിലായിരുന്നു. ഒരിക്കൽ കൂടി വീടുകളിൽ കയറിയുള്ള നിശബ്ദ പ്രചരണത്തിലായിരുന്നു പലരും. അങ്ങനെ ഇടതുഭരണം നിലനിർത്താൻ LDFും ഭരണം പിടിച്ചെടുക്കാൻ UDFും BJPയും പ്രചരണ രംഗത്ത് വീറും വാശിയേറിയ പ്രചാരണ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാഴ്ചവെച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രത്തിൽ നിന്നും 35 വാർഡിലേക്ക് ആവശ്യമായ വോട്ടിംഗ് സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയത്. RO സിജു തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. സ്ട്രോങ് റൂം പരിസരം ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്ക് പിന്നാലെ രാവിലെ 10:30 മണിയോടെ RO സിജു തോമസിന്റെ നേതൃത്വത്തിൽ സ്ട്രോങ് റൂം തുറന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 11 മണിക്ക് EVM മെഷീനുകളടക്കമുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. 4 കൗണ്ടറുകൾ വഴിയാണ് അതത് ഉദ്യോഗസ്ഥന്മാർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഉദ്യോഗസ്ഥർ ഇവ കൃത്യമായി പരിശോധന നടത്തിയ ശേഷം വാഹനങ്ങൾ വഴി അതത് ബൂത്തുകളിൽ എത്തിച്ചേർന്നു. 35 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് കൗണ്ടറുകൾ വഴി വിതരണം ചെയ്ത്. ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇങ്ങനെ 35 വാർഡുകളിലേക്കായി 140 ഉദ്യോഗസ്ഥർ വോട്ടിംഗ് ഡ്യൂട്ടിക്കായി ഉണ്ടാകും. ആവശ്യമായ പോലീസും സജ്ജമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായെന്നും സുഗമമായ രീതിയിൽ നടപടിക്രമങ്ങൾ നടത്താനായെന്നും റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഹരിത തെരഞ്ഞെടുപ്പ് 2025 ഭാഗമായി ഷൊർണൂരിൽ ഒരുക്കിയ മോഡൽ ഹരിത ബൂത്ത് മിനിയേച്ചർ ശ്രദ്ധേയമായി. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലായിരുന്നു മിനിയേച്ചർ പ്രദർശിപ്പിച്ചത്. ടൗണിലെ BMLP സ്കൂൾ ബൂത്ത് ഷൊർണൂർ നഗരസഭ ഹരിത ബൂത്തായി പ്രവർത്തിക്കും. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് വിതരണ സ്ഥലത്താണ് ഹരിത ബൂത്ത് മിനിയേച്ചർ പ്രദർശിപ്പിച്ചത്. വളരെ മനോഹരമായ രീതിയിൽ ഒരുക്കിയ മിനിയേച്ചർ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഹരിത ബൂത്ത് 2025 ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭ വ്യത്യസ്തമായ രീതിയിലുള്ള ഹരിത ബൂത്തുകളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുമാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ ശുചിത്വ മിഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പ് 2025 ആക്കി മാറ്റിയത്. ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ ഒരു ആശയത്തിലാണ് ഇത്തരമൊരു മിനിയേച്ചർ ഒരുക്കി പ്രദർശിപ്പിച്ചത്. നഗരസഭയിലെ തന്നെ ശുചീകരണ വിഭാഗം തൊഴിലാളികളായ ബിജു ജോസ്, ആനന്ദൻ എന്നിവർ ചേർന്നാണ് ഒരാഴ്ചയോളം സമയമെടുത്ത് ഇത് നിർമ്മിച്ചത്. പ്രകൃതിക്ക് ഇണങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് ബിജു ജോസ് പറഞ്ഞു. ഇതിൽ നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പേപ്പർ പൾപ്പ്, പിന്നെ ക്ലേ, അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസ്, അതുപോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫോം ഷീറ്റ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സെറ്റിങ്സിലേക്ക് എങ്ങനെയാണ് ഒരു ആശയം എങ്ങനെ എത്തിയത്? ഇത് നമ്മുടെ സെക്രട്ടറി സാഹിബ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ. ഇത് ഒരു സന്ദേശമാണെന്നും ഇത്തരത്തിലുള്ള ഒരു മിനിയേച്ചർ ഏറെ അഭിനന്ദനം അറിയിക്കുന്നുവെന്നും പ്രിസൈഡിംഗ് ഓഫീസറായ
സുദർശനൻ പറഞ്ഞു. പൂർണ്ണമായും ഹരിതാഭമായി ചെയ്ത പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മിനി ബൂത്ത് എല്ലാം കൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ ചെറിയൊരു മിനിയേച്ചർ ഈ കേരളമൊട്ടുക്ക് ഒരു അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാ ബൂത്തുകളിലേക്കും എല്ലാ കളക്ഷൻ സെൻ്ററിലേക്കും ഇതിൻ്റെ വ്യാപ്തി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ച ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും റെഡിയാക്കിയ എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആശംസ. ഹരിത തെരഞ്ഞെടുപ്പ് 2025 ബന്ധപ്പെട്ട് ഷൊർണൂർ ടൗണിലെ BMLP സ്കൂളിലെ ബൂത്ത് ഹരിത ബൂത്തായി പ്രവർത്തിക്കും. നഗരസഭയുടെ നേതൃത്വത്തിൽ ചെടികളും ബോർഡുകളും അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ജൈവം, പ്ലാസ്റ്റിക്, പേപ്പർ എന്നിവ വേർതിരിച്ച് നിക്ഷേപിക്കാനായി പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രത്യേക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ബിന്നുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിതബൂത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനായി നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ P ശിവൻ, HI വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ഹരിതബൂത്ത് സന്ദർശിച്ചിരുന്നു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെയും ഒറ്റപ്പാലം നഗരസഭയിലെയും പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെയ്തു. ഒറ്റപ്പാലം LSN GHSSലും NSS KPT ഹൈസ്കൂളിലുമായാണ് വിതരണം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെ വരണാധികാരിയും നഗരസഭയിലെ 2 വരണാധികാരികളുടെയും നേതൃത്വത്തിലാണ് വിതരണം പൂർത്തിയാക്കിയത്. രാവിലെ 11 മുതൽ നഗരസഭയുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. 39 വാർഡുകളിലേക്കാണ് നഗരസഭയിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനായി 44 ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 50 വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജമാക്കും. വിതരണ കേന്ദ്രത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സഹായങ്ങൾക്കായി 85ഓളം ജീവനക്കാരുണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള 8 തദ്ദേശ സ്ഥാപനങ്ങളിലായി 265 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അമ്പലപ്പാറ, ലക്കിടി, പേരൂർ, വാണിയംകുളം, അനങ്ങനടി, തൃക്കടീരി, നെല്ലായ, വല്ലപ്പുഴ, ചളവറ തുടങ്ങിയ പഞ്ചായത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. വിതരണ കേന്ദ്രത്തിൽ 170ഓളം ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഹരിത ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുമെന്ന് സൂചന. 14 ദിവസമായി രാഹുൽ ഒളിവിലാണ്. രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഉപാധികളോടെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാഴാഴ്ച പാലക്കാട് എത്തുമെന്നാണ് സൂചന. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 2ാമത്തെ ബൂത്ത് നമ്പറിലാണ് വോട്ട് രേഖപ്പെടുത്തുക. 2ാമത്തെ ബൂത്ത് നമ്പറിലാണ് വോട്ട്. രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബൂത്തിൽ തന്നെയാണ് രാഹുലിന് വോട്ട്. പാലക്കാട് നഗരസഭയിലെ 24ാം വാർഡിലാണ് രാഹുലിന് വോട്ടുള്ളത്. കഴിഞ്ഞ മാസം 27-നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഇതിനു പിന്നാലെയാണ് രാഹുൽ പാലക്കാട് നിന്ന് ഒളിവിൽ പോയത്. 14 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഹൈക്കോടതിക്ക് പിന്നാലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ വോട്ടവകാശം വിനിയോഗിക്കാൻ വരുമെന്ന സൂചനയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിശബ്ദ പ്രചരണ ദിവസമായി ഇന്ന് വരവൂരിൽ AC മൊയ്തീൻ MLA വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയത് UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയാക്കി. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് MLA കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തെന്ന് കാണിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അല്ല, വീട് കയറി മീറ്റിംഗ് നടത്താണ് സാറേ. വീട് കയറി മീറ്റിംഗ് നടത്താണ് അല്ലാതെ ഇതല്ല. വീട് കയറി മീറ്റിംഗ് നടത്താണ്. ആറിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MLA എന്ന് വരും, കുഴപ്പമില്ലെങ്കിൽ. വരവൂർ പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് MLA ബോർഡ് വെച്ച ഔദ്യോഗിക വാഹനത്തിൽ കുന്നംകുളം MLA-യായ AC മൊയ്തീനും CPM നേതാക്കളും വീടുകൾ കയറി വോട്ടഭ്യർത്ഥന നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനം ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് UDF പ്രതിഷേധിച്ചത്. UDF പ്രവർത്തകർ MLA-യുടെയും CPM നേതാക്കളുടെയും വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലുടനീളം ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന സംഘത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടി. നെന്മിനി സ്വദേശി അജയ്, SL പുരം നെൽപ്പനി സ്വദേശി
ഷോജിൻ, പട്ടാമ്പി പെരിങ്ങോട് സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. സൈബർ പട്രോളിംഗ് വഴിയാണ് പ്രതികൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പെൺവാണിഭം നടത്തുന്ന വിവരങ്ങൾ ലഭിച്ചത്. ഒരു രാത്രിക്ക് 30,000 രൂപ വരെ വിലപേശിയാണ് ഇവരുടെ നടത്തിപ്പ്. ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിലും 1000-നും മേലെ ആളുകളുണ്ട്. ടീം RMS എന്നാണ് ഗ്രൂപ്പുകൾക്ക് ഇവർ ഇട്ടിരിക്കുന്ന പേര്. ആവശ്യാനുസരണം ഗ്രൂപ്പുകളിൽ അഡ്മിനായ അജയ് സ്ത്രീകളുടെ ഫോട്ടോകൾ അയക്കും. തുടർന്ന് ഏജന്റുകൾ വഴി ആളുകളെ വിവിധ ഹോട്ടൽ മുറികളിൽ എത്തിക്കുന്നതാണ് രീതി. കേരളത്തിലുടനീളം ഇതിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. ചൂണ്ടിക്കാട്ടിയാണ് മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ വിമർശനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് VS സുനിൽകുമാർ രംഗത്ത് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്തത് തൃശൂരിലാണെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ശാസ്താമംഗലത്ത് വോട്ട് ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് സുനിൽകുമാർ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രമന്ത്രിയും മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഒരിക്കലും ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ഏത് മണ്ഡലക്കാരനാണെങ്കിലും അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമായിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ ലംഘനമാണ്. എന്റെ പോയിന്റ് അത്രേ ഉള്ളൂ. ഇവിടെ ഒരു വിവാദപരമായിട്ടുള്ള ഇപ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ചില ആളുകളുടെ പേര് അവിടെ ഇവിടെയൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ടുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിശദീകരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുകയും എന്നോട് തന്നെ വിശദീകരണം വയ്ക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, MP ആണ്. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമുന്നത നേതാവായിട്ടൊരു വ്യക്തി ഇത്തരത്തിൽ യാതൊരു മറയുമില്ലാതെ നഗ്നമായ ഇലക്ഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളെ ചതിച്ചിരിക്കുകയാണെന്ന് തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശ്ശൂരിന്റെ പാർലമെന്റ് അംഗമായി തുടരാനുള്ള അവകാശം സുരേഷ് ഗോപിക്ക് നഷ്ടമായെന്നും ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. തിരുവനന്തപുരം ശാസ്തമംഗലം സർക്കാർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതോടെ ഉരച്ചു നോക്കാതെ തന്നെ സുരേഷ് ഗോപി താൻ ചെമ്പാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് ജോസഫ് ടാജറ്റ് ആക്ഷേപിച്ചു. ഏത് ചതിയിലൂടെയും തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് ലക്ഷ്യമെന്ന് സുരേഷ് ഗോപിയും BJPയും വ്യക്തമാക്കി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരനാണ് ഇനി താനെന്ന് പ്രഖ്യാപിച്ചാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്തത്. പൂർണ്ണമായും ജനങ്ങളെ കബളിപ്പിച്ച സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. തൃശ്ശൂർ MP ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം തിരുവനന്തപുരം ശാസ്തമംഗലം സർക്കാർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വോട്ട് ചെയ്തതിലൂടെ ഏത് നീച പ്രവൃത്തിയിലൂടെയും ഏത് ചതിയിലൂടെയും തെരഞ്ഞെടുപ്പ് വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ശ്രീ സുരേഷ് ഗോപിയും അവരുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും തെളിയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ പൊയ്മുഖമായിരുന്നു എന്നും അത് അഴിഞ്ഞു വീടുകയും ചെയ്യാം. ഇത് പൂർണ്ണമായും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നേടിയൊരു വിജയമാണ്. അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണം. തൃശ്ശൂരിലെ ജനങ്ങളെ ചതിച്ചതിന് തൃശ്ശൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്കിതിൽ ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്രശിക്ഷ കേരള പാലക്കാടും സംഘടിപ്പിച്ച ജില്ലാതല ഇൻക്ലൂസീവ് ലൈഫ് സ്കിൽ പരിശീലനം 2025 പറളി BRCയിൽ വെച്ച് നടന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യം വളർത്തുകയും സ്വയം പ്രാപ്തമാക്കുകയാണ് പരിശീലനത്തിൻ്റെ ലക്ഷ്യം. പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ MK നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ G നാഗരാജ്, എടത്തറ GUPS പ്രധാനാധ്യാപിക P ഗീത, KK സുസ്മിത, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ P മീനു എന്നിവർ സംസാരിച്ചു. ആചരിക്കുന്ന ഒരു ദിവസമാണ് ലോക ഭിന്നശേഷി ദിനം എന്ന് പറയും, അല്ലേ? നമുക്ക് പല പ്രയാസമുള്ള കുട്ടികളെ ഭിന്നശേഷി എന്നാണ് പറയാറ്. 55 വിദ്യാർത്ഥികളും 25 രക്ഷിതാക്കളും പരിശീലനത്തിൽ പങ്കെടുത്തു. സ്ട്രീം ഹബ്ബ് വിദഗ്ധരായ അഞ്ജു MP, ഫിറോസ് T, കൊല്ലങ്കോട് BRC സ്പെഷ്യലിസ്റ്റ് അനു J എന്നിവർ ജാം, പേപ്പർ, പേന
തുണിസഞ്ചി, LED ബൾബ്, ജ്വല്ലറി മേക്കിംഗ് എന്നിവയിൽ പരിശീലനം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാതാവിനോട് പേന വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് കടയിൽ പോയ ഡിഗ്രി വിദ്യാർത്ഥിനിയെ കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ചെറുതുരുത്തി പന്നിയടി പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ പരേതനായ മുഹമ്മദ് ആക്മാന്റെ മകൾ 21 വയസ്സുള്ള റുഫൈദയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അംഗൻവാടി ഹെൽപ്പറായി ജോലി ചെയ്യുന്ന മാതാവ് നഫീസ കുട്ടിയെ ബുധനാഴ്ച രാവിലെ 9 മണിയോടെ അംഗൻവാടിയിലെത്തി കണ്ടു. അവിടെ നിന്ന് കടയിൽ പോയി പേന വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു പോന്നതായിരുന്നു. നാട്ടുകാരാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം ACP സന്തോഷ് CM, ചെറുതുരുത്തി CI വിനു, SI നിഖിൽ, അഡീഷണൽ SI ജയശ്രീ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഏക സഹോദരൻ മുഹമ്മദ് റാഫി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി കോഴിവാമ്പറമ്പ് ക്ഷേത്രത്തിലെ 35ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശനിയാഴ്ച അതിവിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. വിളക്കുത്സവത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 35ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശനിയാഴ്ച ഗംഭീരമായി സംഘടിപ്പിക്കും. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിളക്ക് കമ്മിറ്റി നൽകുന്ന ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം 90 വയസ്സുള്ള ചെറുതുരുത്തി പാലക്കൽ വീട്ടിൽ രാമൻകുട്ടി സ്വാമിക്ക് സമ്മാനിക്കും. 10,001 രൂപയും മെമ്മന്റോയും പ്രശസ്തി പത്രവും നൽകുമെന്ന് ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ 13-ാം തീയതി വൃശ്ചികം 27. അയ്യപ്പൻ വിളക്ക് മഹോത്സവം 35 വർഷമായി ഇവിടെ നടന്നു വരുന്നു. ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലേക്ക് 7 ദേശക്കാരുടെയും സഹകരണവും ഈ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് 4 മണി മുതൽ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിന്ന് നൂറുകണക്കിന് സ്ത്രീകളുടെ സ്ഥാനത്തിൽ താലത്തിൻ്റെയും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി വിവിധ പരിപാടികളും പുലർച്ചെ വെട്ടും തടവും കഴിയുന്നതോടുകൂടി അയ്യപ്പൻ വിളക്കിന് സമാപനം കുറിക്കുമെന്ന് രക്ഷാധികാരി കൃഷ്ണരാജ വർമ്മ, പ്രസിഡന്റ് OK സുന്ദരൻ, സെക്രട്ടറി KK മുരളീധരൻ, ട്രഷറർ ശിവദാസ്, മറ്റു ഭാരവാഹികളും പറഞ്ഞു. ആ ദിവസം ക്ഷേത്രം തന്ത്രി അവരുടെ സാന്നിധ്യത്തിൽ നവകം പഞ്ചഗവ്യം പൂജയും തുടർന്ന് കൂത്തമ്പലത്തിൽ വെച്ച് അയ്യപ്പനെ പ്രതിഷ്ഠിച്ച് കുടിവെക്കലും തുടർന്ന് 4 മണിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പങ്ങാവ് ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് പാലക്കൊമ്പ് പഞ്ചവാദ്യത്തിൻ്റെയും ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കുഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ 8:30 കുഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് നൃത്തങ്ങൾ, വെളിച്ചപ്പാട് നൃത്തം, പിന്നെ ആ സമയത്ത് പഞ്ചാരി മേളം ഒരു 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തെ മുറ്റത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇനി മാറ്റുള്ളി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആധികാരിക വിജയം നേടിയെങ്കിലും സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലിൻ്റെ ഓപ്പണിംഗ് സ്ഥാനം സുരക്ഷിതമാക്കാൻ സഞ്ജു സ്ഥിരം ബലിയാടാകുകയാണെന്നാണ് നിരവധി പേർ പറയുന്നു. ടീം മാനേജ്മെൻറ്റ് സഞ്ജുവിനെ തടയുകയാണോ? മാറ്റുള്ളിയിലേക്ക്. സഞ്ജു സാംസണോട് കടുത്ത അവഗണന ഇന്നലെ തുടങ്ങിയതല്ല, കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അത് ഇനിയും തുടരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. പ്രകടനത്തെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സഞ്ജുവിന് അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടോ ചോദിച്ചാൽ അതുണ്ട്. അതെന്താണെന്ന് ശരിക്കും ടീം ഇന്ത്യ പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പോളിംഗ് രാവിലെ 7-ന് ആരംഭിക്കും. വോട്ടുറപ്പിക്കാൻ അവസാനഘട്ട പ്രചരണവുമായി സ്ഥാനാർത്ഥികൾ. പാലക്കാട് ജില്ലയിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലായി 6724 സ്ഥാനാർത്ഥികൾ, 3054 പോളിംഗ് സ്റ്റേഷനുകൾ. ക്രമസമാധാനത്തിനും സുരക്ഷയ്ക്കുമായി 4500 പോലീസ് ഉദ്യോഗസ്ഥർ. ജില്ലയിൽ 284 പ്രശ്നബാധിത ബൂത്തുകൾ. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ 38,439 വോട്ടർമാർ ബൂത്തിലേക്ക്. 2ാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട്ട് എത്തുമെന്ന് സൂചന. രാഹുൽ ഒളിവിലായിട്ട് 14 ദിവസം പിന്നിടുന്നു. രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തീരുമാനം. ഓൺലൈൻ പെൺവാണിഭ സംഘം ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കേരളത്തിലുടനീളം ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന സംഘത്തിലെ 3 പേർ. പിടിയിലായവരിൽ പട്ടാമ്പി പെരിങ്ങോട് സ്വദേശി.
സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാർ. വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിനെതിരെ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് VS സുനിൽകുമാർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങളെ ചതിക്കുകയാണെന്നും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. തൃശൂരിന്റെ പാർലമെന്റ് അംഗമായി തുടരാനുള്ള അവകാശം സുരേഷ് ഗോപിക്ക് നഷ്ടമായെന്നും ജോസഫ് ടാജൻ. മരവൂരിൽ വോട്ടഭ്യർത്ഥന നടത്തിയ AC മൊയ്തീൻ MLA-ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി UDF. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥിനിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചെറുതുരുത്തി പന്നിയടി പൊട്ടിക്കുണ്ടി വീട്ടിൽ പരേതനായ മുഹമ്മദ് ആഗ്മാന്റെ മകൾ 21 വയസ്സുള്ള റുഫൈദ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.